ഹലോ, വെൽക്കം ടു ടോപ്പ് PVT മലയാളം. ഹലോ. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ന്യൂസിൽ കണ്ടൊരു ടോപ്പിക്കാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ജോലിയുള്ള പെൺകുട്ടികൾ വിവാഹത്തിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു ടോപ്പിക്ക് ഞാൻ ന്യൂസിലും കണ്ടു, ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ കുറേ ഇതിലിങ്ങനെ കണ്ടു. അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഓർത്തു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് ഞങ്ങളുടെ ചിന്തയിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒരു യൂട്യൂബിലൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? ശരിയാണ്, ഇന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാർ, ഈവൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ബാച്ചിൻ്റെ പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പെണ്ണുങ്ങൾ ഇത്രയും വയസ്സായിട്ട് പോലും കല്യാണം കഴിക്കാത്ത ഇഷ്ടംപോലെ പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയോട് സംസാരിച്ചപ്പം ആ കൊച്ചു പറയുക, ശരിക്കും ഇതിനെ ബാധിക്കുന്ന ഒരു റീസൺ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കൊച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിന് പാസ്റ്റിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ കൊച്ചു ഒത്തിരി ട്രസ്റ്റ്ഫുള്ളായിരുന്നു ആ റിലേഷൻ. പക്ഷേ ആ ചെറുക്കൻ അതിനെ ചതിച്ചു, ശരിക്കും ചീറ്റ് ചെയ്തു. അത് അവളെ ഒത്തിരി വേദനയാക്കി, അങ്ങനെ വേദനപ്പെടുത്തി. അതിനുശേഷം ആ കൊച്ചിന് ആ റിലേഷനിലുള്ളൊരു ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അതായത് ഒരു റിലേഷനിലുള്ളൊരു ട്രസ്റ്റ് നഷ്ടപ്പെട്ട അതിന് പിന്നെ ഒരു റിലേഷനിലോട്ടൊരു മാരേജിലോട്ട് പോകാൻ അതിനൊരു പേടി പോലെയാണ്. ഞാൻ ഒരു കൊച്ചിനോട് സംസാരിച്ചപ്പം അത് തന്നെയല്ല, പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിലി തന്നെ ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് ഡിവോഴ്സ് ഇല്ലാതെ തന്നെ പല ഫാമിലിയിലും സെപ്പറേറ്റഡ് ആയിട്ടാണ് കഴിയുന്നത് പേരൻസ്. പിന്നെ മക്കളെ പ്രതി മാത്രമാണ് ഡിവോഴ്സ് ചെയ്യാതെ, അങ്ങനെ ഒത്തിരി ഇഷ്യൂസാണ് ഇന്ന് നടക്കുന്നത്. അത് വെച്ച് തന്നെ ആ ഫാമിലിയിലുള്ള പിള്ളേർക്ക് തന്നെ ആ ഒരു റിലേഷനിലുള്ള ട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെടുക. അവരപ്പം പിന്നൊരു റിലേഷനിലോ അല്ലെ പിന്നൊരു എക്സ്പെരിമെൻറ്റിനോ അവർ തയ്യാറാവുന്നില്ല. അവർ ചിന്തിക്കുന്നത് നമുക്ക് ജോലിയുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാം, പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പരീക്ഷണത്തിന് എന്നൊരു ചിന്തയാണ് കൂടുതലും പെൺകുട്ടികൾ കൂടുതലും അങ്ങനെ ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഇടകളിൽ, അതായത് നമ്മുടെ ഒരു ലാസ്റ്റ് 1 year എടുക്കാം, 1 yearനുള്ളിൽ തന്നെ നമ്മുടെ ന്യൂസുകളിൽ മിക്ക ദിവസങ്ങളിലും കാണുന്ന ഭർതൃഗ്രഹത്തിൽ യുവതി സൂയിസൈഡ് ചെയ്തു, ഏത് രീതിയിൽ തൂങ്ങി മരിച്ചു, അങ്ങനെ സംതിങ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്യാഷുള്ള വീട്ടിലെ കൊച്ചുങ്ങളാണ്, നല്ല പഠിത്തമുള്ള. എന്താണ് അതിൻ്റെ പിന്നിൽ റീസൺ എന്നുള്ളത് ശരിക്കും വ്യക്തമല്ല. പല വീട്ടിലും പല കാരണങ്ങൾ കാണും, നമുക്കറിയത്തില്ല എന്താ ഇഷ്യൂ എന്ന്. പക്ഷെ അതിനകത്ത് വരുന്ന കമൻസ് വായിച്ചാൽ തന്നെ ശരിക്കും കല്യാണം കഴിക്കാതിരിക്കുന്നവർ തന്നെ കല്യാണം കഴിക്കാതെ പിന്മാറിപ്പോകും. അപ്പോൾ അവർ ചിന്തിക്കും, ഇങ്ങനെയൊക്കെയാണ് ഒരു വിവാഹം എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ശരിയും കാണും. കാരണം ഇപ്പം ഒരു പെങ്കൊച്ചിനെ സംബന്ധിച്ച് പെങ്കൊച്ചാണ് കൂടുതലും വിവാഹത്തിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു പെണ്ണെന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മളെ സംബന്ധിച്ച് പണ്ട് മുതലേ നടക്കുന്ന കാര്യമാണ്, ഇപ്പം ഇത് പുതുമയൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ശരിക്കും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മൾ ജനിച്ച് വളർന്ന ആ ചുറ്റുപാട്, നമ്മുടെ ആ ഒരു സറൗണ്ടിങ്സ് എല്ലാം വിട്ടിട്ട് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പറിച്ചു നടുവാണെന്ന് തന്നെ പറയാം. ശരിക്കും ഒരു പുതിയ അറ്റ്മോസ്ഫിയർ. നമ്മളതിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ മാറ്റി നിർത്തുന്നത് പോലെ അല്ല. നമ്മൾ ഇത്രയും നാൾ വളർന്ന് ഏകദേശം പക്വതയിലെത്തി, നമ്മുടെ ആ ഒരു ഓൾമോസ്റ്റ് നല്ലൊരു ഏജ് കഴിഞ്ഞിട്ട് നമ്മളൊരു വേറൊരു വീട്ടിലോട്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പണിയാണ്. ഇപ്പം ഹസ്ബൻഡ് വൈഫ് തന്നെ ഉള്ളെങ്കിൽ അത് നമുക്ക് പിന്നെ ഹസ്ബൻഡുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയാൽ മതി, ആ ഒരു അറ്റ്മോസ്ഫിയർ. പക്ഷെ നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി ജീവിക്കുമ്പം നമ്മൾ കുറച്ചുകൂടെ പല കാര്യങ്ങളും, ഒന്നാമത് ഏജ് ഗ്യാപ്പ് തന്നെ ഒരു പ്രശ്നമാണ്. കാരണം പേരൻസിൻ്റെ ഏജ്, നമ്മുടെ ഏജ് രണ്ടും 2 ജനറേഷനാണ്. അപ്പം അത് തന്നെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിലെനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരിക. അങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ റീൽസ് കാണുമ്പം അതിനകത്ത് പെൺകുട്ടികളൊക്കെ പറയുന്നത് ശരിക്കും ഇതൊക്കെ ഒരു റീസൺ ആണ്. ശരിക്കും വെളിയിലൊക്കെ എന്ന് പറഞ്ഞാൽ മാരേജ് കഴിഞ്ഞാൽ അവർ സെപ്പറേറ്റ് അങ്ങ് ജീവിക്കുക. ഇപ്പം കേരളത്തിൽ അതങ്ങനെ കൂടുതൽ കണ്ടുവരുന്നില്ല, ജോയിൻറ്റ് ഫാമിലിയിലാണ്. അതൊക്കെ ഒരു ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പെൺകുട്ടികൾക്കൊക്കെ അത് ആ ഒരു രീതിയിലേക്ക് അവർ അങ്ങനെ ഒരു പുതിയൊരു ഇതിലേക്ക് മാറി അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ അവർ അത്രമാത്രം വിശാല മനസ്സിന് അത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അവർ തയ്യാറാവുന്നില്ല. അവർ ചിന്തിക്കുന്നത് എനിക്ക് എഡ്യൂക്കേഷനുണ്ട്, ജോലിയുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം എന്താണ് എന്നാണ് ചിന്തിക്കുന്നത്. മാത്രമല്ല അവർ ചിന്തിക്കുന്നത്, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചു വിവാഹം കഴിച്ചു, വട്ടവർ, ചിലപ്പം നല്ല പയ്യനാവാം, ചിലപ്പം മോശമാവാം, അത് നമുക്കറിയത്തില്ല. അത് ഓരോരുത്തരുടെ വിധിയാവാം, ലക്കാവാം. അങ്ങനെ ചിലപ്പം ഫാമിലി കൊള്ളത്തിലായിരിക്കും, ചിലപ്പം നല്ല ഫാമിലി കിട്ടും, ചിലപ്പം പയ്യൻ ശരിയല്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ ആ ഒരു വിവാഹ ബന്ധത്തിലുണ്ടാവും. അന്നേരം നമുക്ക്
പെട്ടെന്ന് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് എടുത്തിയാടി അതിൽ നിന്ന് നമുക്ക് വെളിച്ചാടാൻ പറ്റത്തില്ല ഒരിക്കലും. ഇപ്പം ഇൻ കേസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സഹിച്ചിട്ടായിരിക്കാം. തീരെ നിവൃത്തിയില്ലാത്തവർ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെ അതുപോലെ ഗട്ട്സ് ഉള്ളവരെ ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഒത്തിരി റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും നമ്മളിപ്പം മാരേജ് കഴിച്ച് കഴിഞ്ഞ് സപ്പോസ് നമ്മളതിൽ നിന്ന് പുറമോട്ട് പോകണം ചിന്തിച്ചാൽ ഒന്നാമത് നമ്മൾ ചിന്തിക്കും, ഫസ്റ്റ് നമ്മൾ ചിന്തിക്കും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയാൽ അവരെത്രമാത്രം സപ്പോർട്ട് ചെയ്യും. ഈവൻ അവർ സപ്പോർട്ട് ചെയ്താലും നമ്മുടെ നാട്ടുകാർ, സൊസൈറ്റി, അതൊരു വൻ വിഷയം. നമുക്ക് പിന്നെ എവിടെയെങ്കിലും പോയാലും ഒരു 100 ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്താണ് റീസൺ, അതാണ് ഇതാണ്, ഒരു 100 ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ഒരു കൾച്ചറാണ്, അവരങ്ങനെയാണ്. നമ്മൾ ഒന്നുകിൽ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. അപ്പോൾ പെൺകുട്ടികൾക്ക് പൊതുവെ പേടിയാണ്. ശരിക്കും ഒരിക്കൽ കല്യാണം കഴിച്ച് അതിലെന്തെങ്കിലും തെറ്റിപ്പോയാൽ എന്നാൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്, വളരെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നു ഒരിക്കൽ അതിലോട്ട് ചാടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ ഒരുപാട് ബാധിക്കും. മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ വീട്ടുകാരെ ഒത്തിരി എഫക്റ്റ് ചെയ്യും. കാരണം ഒരു വീട്ടിൽ ഒരു പെൺകൊച്ചിനെ വളരെ ഇതായിട്ട് പഠിപ്പിച്ച ഒരു ആൺകൊച്ചിനെക്കാട്ടി കെയർ ചെയ്ത് വളർത്തി കൊണ്ടുവന്ന് അവർ വളരെ ആഗ്രഹത്തോടെ വളരെ പ്രതീക്ഷയോടെയാണ് ഒരു വിവാഹത്തിലേക്ക് ഒരു പെൺകൊച്ചിനെ പറഞ്ഞു വിടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് അവരതിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞ ഒരു വേദനയാണ്. സപ്പോർട്ട് ചെയ്യുന്ന പലരുണ്ടാവും, സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ടാണെന്ന് തോന്നുന്നു പല പെൺകുട്ടികളും ജോലിയുള്ളവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ചില ചെറുക്കന്മാർ ശരിക്കും അവരെ ടോർച്ചർ ചെയ്യുന്ന ചെറുക്കന്മാരുണ്ട്. ഞാൻ ഒത്തിരി ന്യൂസിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും നല്ല ജോലിയുള്ള, നല്ല എഡ്യൂക്കേഷനുള്ള, നല്ല ഫാമിലിയിലുള്ള പയ്യന്മാരാണെങ്കിലും അവരും ഒത്തിരി മെൻ്റൽ ടോർച്ചറിങ്. അതിപ്പം ചില പെൺകുട്ടികൾക്ക് വെളിയിൽ പോലും പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാരണം അത്രയ്ക്ക് നല്ല ഫാമിലിയിൽ ഒരു പയ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരിക്കലും വിശ്വസിക്കില്ല. അതും പെണ്ണിൻ്റെ തെറ്റായിട്ടേ എല്ലാവരും കാണത്തുള്ളൂ. എന്ത് സംഭവിച്ചാലും ആ വീട്ടിൽ വരുന്ന പെങ്കൊച്ചിൻ്റെ തെറ്റായിട്ടേ എല്ലാവരും, സമൂഹം അങ്ങനെ കാണത്തുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു പോയിൻ്റാണ്. പിന്നെ മാത്രമല്ല അവർ പല രീതിയിൽ ചിന്തിക്കും. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ തന്നെ പണ്ടുള്ളവർക്കെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടായ ഈവൻ അവരുടെ പേരൻസിനോടോ ആരോടും അങ്ങനെ പറയത്തില്ല, മാക്സിമം ആൾക്കാർ സഹിക്കും. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കടന്നു വന്നതിന് ശേഷം ഏറെക്കുറെ പെൺകുട്ടികൾ, ഞാനിപ്പോൾ പല റീലുകളാണല്ലോ, നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ഓരോ റീലുകളിൽ ഇങ്ങനെ എന്തെങ്കിലും മാരേജ് റിലേറ്റഡ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അതിനകത്ത് ഓരോരുത്തർ അവരവരുടെ അനുഭവം കമൻറ്റ് ചെയ്യുക. ശരിക്കും അവർക്കൊരു ആശ്വാസമാണ്. മറ്റുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അവർക്കതൊരു ആശ്വാസമായിട്ടാണ് ഞാൻ വായിച്ചതെന്ന് മനസ്സിലാക്കിയത്. ഈവൻ അവരുടെ പേരൻസിനോടും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഇത്രയും പ്രശ്നം എൻ്റെ മോൾക്കുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം എൻ്റെ മകനുണ്ടോ, അങ്ങനെയൊന്നും അവർക്കറിയത്തില്ലായിരിക്കും. പക്ഷേ അത് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവാൻ പറ്റി. അപ്പം ഈ കാര്യങ്ങൾ വായിക്കുന്ന കല്യാണം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടികൾ ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കല്യാണം എന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരുന്നു. പണ്ടുള്ള പിള്ളേരെ പോലെ എന്ന് വെച്ചാൽ കല്യാണം മസ്റ്റാണെന്നുള്ളൊരു ആ ഒരു രീതി ഇപ്പം മാറി. വേണമെങ്കിൽ കല്യാണം കഴിക്കാമെന്നുള്ള രീതിയിൽ പല ഫാമിലീസും മാറിക്കഴിഞ്ഞു. നിനക്ക് വേണമെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. ഞാൻ ഒത്തിരി പേരുടെ ഇത് കേട്ടിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കാരണം അത്രത്തോളം ആ ഒരു ഇതാണ്. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ ആ ഒരു രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടേ വിവാഹത്തിന് വേണ്ടി തയ്യാറാവുന്നുള്ളൂ ഇന്നത്തെ കാലത്ത്. യെസ്. പിന്നെ മാത്രമല്ല പല പെൺകുട്ടികൾക്കും പലരുടെയും ലൈഫ് ഞാൻ കണ്ട നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ, ഇപ്പം ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആണെങ്കിൽ ഇപ്പം അവർക്കൊരു കുട്ടികളുണ്ടായാൽ ഈവൻ ബേബി സിറ്റിങ് ഇരുത്തുക എന്ന് പറഞ്ഞാൽ ചിലർക്കത് താല്പര്യമില്ല. അതും അത്രത്തോളം നമുക്ക് സ്ട്രെസ്ഫുൾ അല്ല. നമ്മുടെ കുഞ്ഞിനെ മറ്റൊരാളുടെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം പേരൻസ് ആണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമ്മൾ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴാണേലും ആ വൈഫിന് ചിലപ്പോൾ അവരുടെ കരിയർ തന്നെ നഷ്ടപ്പെടും. ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് പേര് അവർ നല്ല രീതി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, അവർ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കാരണം കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിയല്ലേ പറ്റൂ, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിനു വേണ്ടി ശരിക്കും നമ്മളെ വീടും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടും അവരുടെ കരിയർ നഷ്ടപ്പെടുത്തുന്നത്. ശരിക്കും അങ്ങനെയൊന്നും ആഗ്രഹമില്ലാത്ത ഒത്തിരി ഗേൾസ് ഉണ്ട് ഇപ്പോൾ. കാരണം അവരുടെ കരിയർ നഷ്ടപ്പെടുത്തണം, അങ്ങനെ ഒരാഗ്രഹം, അല്ലെങ്കിൽ ഒരു ഫാമിലി, കുട്ടികൾ അങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നു ശരിക്കും ലിവിങ് ടുഗദറാണ് ഇന്നത്തെ പെൺകുട്ടികൾ പലരും പ്രിഫർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാരും അതിനകത്ത് ലിവിങ് ടുഗദറാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർ പറയുന്നത് നമുക്ക് വേണ്ടെന്നുള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോവാം, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ശരിക്കും അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. പണ്ടത്തു നിന്ന് ഒത്തിരി മാറിയിരിക്കുന്നു. ശരിക്കും ഞാൻ ഇത് വെച്ച് പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരു മാരേജ് വെച്ച് പേടിപ്പിക്കുകയോ ഒന്നുമല്ല. ശരിക്കും നല്ല ലൈഫ് കിട്ടുന്നവരും ഉണ്ട്. നമ്മളത് ചൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ലക്ക്, വിധി, അതൊക്കെയാണ്
ശരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ. കാരണം 2 ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച 2 വ്യക്തികൾ തമ്മിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. പിന്നെ മാരേജ് ചെയ്യുമോ മാരേജ് ചെയ്യാതിരിക്കുമോ ലിവിങ് ടുഗദർ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഓരോരുത്തരുടെയും പേഴ്സണൽ താല്പര്യമാണ്. അതൊരിക്കലും നമ്മൾ പറയത്തില്ല. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ, കാരണം ഞാൻ ഒത്തിരി ഇടത്ത് ഇങ്ങനെ ന്യൂസ് കണ്ട് ജോലി കിട്ടിയ പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. ഇതൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങളൊരു ടോപ്പിക്ക് സംസാരിച്ചെന്നേ ഉള്ളൂ. ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് പോയിന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോയിന്റ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഒരു പെൺകുട്ടിയുടെ സൈഡിൽ നിന്നാണ് അൻസു പറഞ്ഞേക്കുന്നത്. കാരണം അവൾക്ക് അറിയുള്ളൂ പെണ്ണിൻ്റെ മനസ്സ് എങ്ങനെയാണ്, അല്ലെ ഒരു പെണ്ണിൻ്റെ ഒരു ആംഗിൾ എങ്ങനെയായിരിക്കും, അതിനു വേണ്ടിയാണ് അൻസു അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇനിയും ഇതുപോലെ തന്നെ ഒരു ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ വീഡിയോയിൽ ഞാൻ സംസാരിക്കാം. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്ന എന്തായിരിക്കും ഇന്നത്തെ റീസൺസ് ആണുങ്ങൾ ഇതിലോട്ട് പോകാതെ ഇരിക്കുന്നത്. ഇത് വെച്ച് നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മാരേജിൽ നിന്ന് പേടിപ്പിക്കുവോ അല്ല, ഇതൊന്നും അല്ല. നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഒരാൾ ബാഡായിട്ട് ഒരു റിവ്യൂ പറയുവാണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, അന്നേരം അതിൻ്റെ പുറകെ ചിലപ്പോൾ 100 നല്ല ആൾക്കാർ കാണും, അവർ ചിലപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നില്ലായിരിക്കും. എല്ലാവർക്കും ബാഡ് എക്സ്പീരിയൻസ് അല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഇത് കേട്ടിട്ട് ആരെങ്കിലും യങ്സ്റ്റേഴ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ പേടിക്കരുത്. കാരണം മാരേജ് നിങ്ങൾക്ക് അതിൻ്റെ ശരിയാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു വ്യക്തിയായിട്ട്, നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ വേണമെന്ന് നമുക്ക് വ്യക്തമായി തോന്നുവാണെങ്കിൽ 100% നിങ്ങൾ മാരേജിലേക്ക് നീങ്ങാം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. എത്ര നല്ല ഫാമിലി ആണെങ്കിലും നല്ല പയ്യനാണേലും നല്ല പെൺകുട്ടിയാണേലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞാൽ അത് ഏത് മാരേജ്, പണ്ട് കാലം തൊട്ട് അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. എപ്പോഴും നമുക്ക് 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് വരുമ്പോഴത്തേന് ഇച്ചിരി ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് വരും. അതിൻ്റെ പക്ഷെ ബെനിഫിറ്റും ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പം നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട്, അത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ തരുന്ന പോലെ ഒരാൾക്കും, നിങ്ങളുടെ പാരൻസിന് തരാൻ പറ്റത്തില്ല, ആർക്കും തരാൻ പറ്റത്തില്ല. സോ അതിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ട്, അത് മനസ്സിലാക്കണം. പിന്നെ ചില നിങ്ങൾക്ക് സ്റ്റോറീസ് ഇന്ന് കേൾക്കാൻ പറ്റും, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നല്ല പരിഹാരം ഉണ്ട്. നമ്മളിപ്പോൾ സപ്പോസ് ഒരു മാരേജിലോട്ട് പോയി, ഈവൻ നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ ഉദ്ദേശിച്ച ഒരു വ്യക്തിയല്ല, അതിൽ നേരെ ഓപ്പോസിറ്റാണ്, നമുക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ നിന്ന് സൂയിസൈഡ് ചെയ്യുമോ, നമ്മൾ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം നമുക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട്. നമ്മൾ അതിൽ നിന്ന് വെളിയിറങ്ങിയാൽ നാട്ടുകാർ പലതും പറയും, ചിലപ്പോൾ വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഒത്തിരി ഓപ്ഷനുണ്ട്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ നഷ്ടപ്പെട്ടാൽ നമുക്കാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുക. ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല, എന്തോ ആയിക്കോട്ടെ, നമ്മൾ നേരെ വിടുക, നമ്മൾ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോവുക, അത്ര തന്നെ. നമുക്ക് ജോലി ചെയ്യുക, സന്തോഷമായിട്ട് ജീവിക്കുക, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം അത് പേടിച്ച് നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കരുത്. ഇത് പേടിച്ച് നിങ്ങൾ കല്യാണം കഴിക്കാതെ ഇരിക്കുവോ, അതല്ല അതിൻ്റെ സൊല്യൂഷൻ. ലൈഫ് എപ്പോഴും ടഫാണ്, നമ്മൾ അതിൻ്റെ ചാലഞ്ചസ് ഫേസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. പിന്നെ സൊസൈറ്റിയെ നോക്കിയിട്ട് ഒരു കാര്യമില്ല, അവരെന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കും ജോലിയായില്ലേ, അത് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കും. ജോലിയായി കഴിഞ്ഞാൽ അവർ അടുത്ത ക്വസ്റ്റ്യൻ കല്യാണം കഴിക്കുന്നില്ലേ, അത് പെണ്ണാണേലും ആണാണേലും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചുങ്ങളൊന്നും ആയില്ലേ. ഇപ്പോൾ ഒരു കൊച്ചായി കഴിഞ്ഞാൽ അവർ ചോദിക്കും അടുത്ത കൊച്ചായില്ലേ, അപ്പം പിന്നെ കൊച്ചുങ്ങളുടെ കല്യാണം. അവരിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഡിസിഷൻ, നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് എടുക്കുന്ന ഡിസിഷൻ എന്താണോ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതിപ്പം എന്തും ആവാം, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചിലപ്പം ഇതൊന്നും അല്ലായിരിക്കും, മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഉണ്ടായിരുന്നേക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലും കസിൻസും ഈ ഒരു റിലേഷൻസിലുള്ള ആൾക്കാരെല്ലാവരും പറയുന്ന, പലരുടെയും എനിക്ക് ടെസ്റ്റിമണി ഉണ്ട്, അവർ പറയുന്ന മാരേജ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത്ര ഹാപ്പി ആയത്. ഞങ്ങൾ തന്നെ അങ്ങനെയാണ്. സോ ഞങ്ങൾ അതിനുശേഷമാണ് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാനും. ഇപ്പം എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഞാൻ കുറച്ചുകൂടി ഒരു ഒതുങ്ങിയ ടൈപ്പായിരുന്നു. ഇപ്പം ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും പുറത്തൊക്കെ പോകാനാണെങ്കിലും കുറച്ചുകൂടെ നമുക്കൊരു ഫ്രീഡം കിട്ടും. ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെയും ഇത് തന്നെയാണ്. ഓഫ്കോഴ്സ് സിംഗിൾ ലൈഫ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഇപ്പം ഉള്ള ഹാപ്പിനെസ് പോലെയല്ല ഇത്. ഞാൻ വെറും അൻസുവെ ഹാപ്പി ആക്കാനായിട്ട് പറയുമല്ല, ഇതാണ് അതിൻ്റെ ജെന്യൂനിറ്റി. സോ നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കണം. പലർക്കും ഇത് വെച്ച് ലൈഫും ഹാപ്പി ആകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഇത് എല്ലാവർക്കും ബാഡ് എക്സ്പീരിയൻസ് അല്ല, ചില ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കാം. സോ അതും നിങ്ങൾ മനസ്സിലാക്കണം. സോ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റിബട്ടലായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ പറയാം. ദാറ്റ് ഈസ് ഒരു ചെറുക്കൻ എന്തായിരിക്കും റീസൺസ് ഇന്നത്തെ
പിള്ളേർ അതിലോട്ട് പോകാതെ ഇരിക്കുന്നത് ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ബൈ ബൈ. ഓക്കെ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ ബൈ. ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കൈയുടെ സിമ്പിൾ ശരിയായില്ല. ലൈക്കിന്റെ സബ്സ്ക്രൈബ് ആയിപ്പോയി. അത് കുഴപ്പമില്ല. ലൈക്ക് ഷെയർ എങ്ങനെ വരുന്നത്? ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത് ഓക്കെ.